ഹലോ യൂണിറ്റ് 1 അവർ കമ്മ്യൂണിറ്റിയിലെ ചാപ്റ്റർ 1 ലിവിങ് ടുഗദർ ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ആദ്യ ഭാഗം പാർട്ട് 1 വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. സെലിബ്രേറ്റിംഗ് വൻ മഹോത്സവ്. അങ്ങനെ പേരൻസും കുട്ടികളും എല്ലാവരും ചേർന്ന് ആഘോഷമായി വൻ മഹോത്സവ് ആഘോഷിക്കാൻ തീരുമാനിച്ചു അല്ലേ? The children gathered in the park with their families to celebrate Van Mahotsav. Mallika used a microphone to make announcement. മല്ലിക ഒരു മൈക്ക് ഉപയോഗിച്ചിട്ടാണ് അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യുന്നത്. കാരണം കുറേ ആളുകളുണ്ട്, എല്ലാവർക്കും കേൾക്കണ്ടേ. ഗ്രൂപ്പ്സ് വെയർ ഫോംഡ് ഫോർ ക്ലീനിങ്, പ്ലാന്റിംഗ് സാപ്ലിങ്സ്, വാട്ടറിംഗ്, കുക്കിംഗ് എക്സെട്ര. വൻ മഹോത്സവ് ആഘോഷിക്കാൻ വേണ്ടി എല്ലാവരും ഓരോ ഗ്രൂപ്പായിട്ട് തിരിച്ചു. ഒരു ഗ്രൂപ്പ് ആളുകൾ ക്ലീനിങ് ചെയ്യും, ഒരു ഗ്രൂപ്പ് ആളുകൾ പ്ലാന്റിംഗ് സാപ്ലിങ്സ് മരങ്ങൾ നടും, പിന്നെ കുറച്ചു പേര് വാട്ടറിംഗ് ചെയ്യും, കുറച്ചു പേര് കുക്കിംഗ് ചെയ്യും. എന്തിനാണ് കുക്കിംഗ് ചെയ്യുന്നത്? എല്ലാരും ജോലി ചെയ്യുമ്പോൾ അവർക്ക് വിശക്കില്ലേ, അപ്പൊ അവർക്ക് ഭക്ഷണം വേണം. അപ്പോ അതിനും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവര് ഭക്ഷണം ഉണ്ടാക്കുകയും ചെയ്യും. Everyone worked together and helped each other. Now the park looked beautiful with newly planted saplings, clean paths and painted walls. അങ്ങനെ എല്ലാരും കൂടി ചേർന്ന് കഴിഞ്ഞപ്പോ എന്ത് പറ്റി? പാർക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് മാറി. പുതിയ പുതിയ പ്ലാന്റ്സ് നട്ടു, നല്ല ക്ലീൻ ആയിട്ടുള്ള പാത്താണുള്ളത്, പിന്നെ വാൾസ് ഒക്കെ പെയിന്റ് ചെയ്തു, എല്ലാ റിപ്പയർ വർക്കും ചെയ്തു അല്ലേ? Community bridge across a river. In Kanka, Chhattisgarh, movement of goods and vehicles become very difficult. Reaching schools and hospital becomes a major challenge. ഛത്തീസ്ഗഡിലുള്ള ചിന്നാർ റിവറിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. എല്ലാ പ്രാവശ്യവും മഴ പെയ്യുന്ന സമയത്ത് അത് ഓവർഫ്ലോ ചെയ്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്കൂളിൽ പോവാനും ഹോസ്പിറ്റലിൽ പോവാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാവാറുള്ളത്. During one such rainy season in 2024 ഇയറിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോ the entire community came together and built a simple yet strong bridge in 2 days using bamboo, stones and other materials. ആ വില്ലേജിലുള്ള എല്ലാ ആളുകളും കൂടി ഒരുമിച്ച് വന്ന് അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ ഓരോന്നായി ചെയ്ത് ഒരുമിച്ച് നിന്ന് ബാംബുവും സ്റ്റോൺസും മറ്റു മെറ്റീരിയൽസും ഒക്കെ ഉപയോഗിച്ചിട്ട് സിമ്പിൾ ആയിട്ടുള്ള പക്ഷെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാലമുണ്ടാക്കി. Now students can reach their schools and villagers can cross the river easily. ആ ഒരു ബ്രിഡ്ജ് ഉള്ളത് കൊണ്ട് ഇപ്പൊ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും വില്ലേജേഴ്സിന് റിവർ ക്രോസ് ചെയ്യാനും ഒക്കെ വളരെ ഈസിയാണ്. അപ്പൊ കണ്ടില്ലേ, ഒരാൾ ഒറ്റയ്ക്ക് ശ്രമിച്ചിരുന്നെങ്കിൽ ഇത് നടക്കുമായിരുന്നോ? ഇല്ല. വില്ലേജിലുള്ള ആളുകൾ മുഴുവൻ ഒറ്റക്കെട്ടായി വന്ന് എല്ലാരും ഓരോ ജോലിയും ഏറ്റെടുത്ത് ചെയ്തതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റിയത്. ഡിസ്കസ്. It is important for communities to come together in times of need. What do you think about this statement? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇങ്ങനത്തെ ഒരു ആവശ്യമുള്ള സമയത്ത് നമ്മുടെ ജനങ്ങൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ചെയ്യണം. നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും, ചൂരൽ മലയില് ഉരുൾപൊട്ടൽ നടന്നു, അപ്പൊ അവിടെ കുറെ പേര് വെള്ളത്തിനടിയിലായി പോയി എന്നൊക്കെ അല്ലെ? ആ സമയത്ത് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അതിന്റെ ചുറ്റുമുള്ള മനുഷ്യരും മാത്രമല്ല, കേരളത്തിലും കേരളത്തിന്റെ പുറത്തും ഒക്കെയുള്ള ജനങ്ങള് അവരവർക്ക് പറ്റുന്നത് പോലെ ഓടി അവിടെ എത്തി നേരിട്ട് സഹായം ചെയ്യുന്ന കുറെ പേര്, അവിടെയുള്ളവർക്ക് നഷ്ടപ്പെട്ടു പോയ വസ്ത്രങ്ങൾ കൊടുക്കുന്ന കുറെ പേര്, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പൈസ കൊടുക്കുന്ന ആളുകള്, അങ്ങനെ ആർക്കൊക്കെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുമോ ഒരുമിച്ച് ജനങ്ങൾ നിന്നിട്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നത്. അത് മാത്രമല്ല, നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ വലിയൊരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് കുറെ പേര് ഓടി വന്ന് ആക്സിഡന്റ് പറ്റി കിടക്കുന്ന ആളുകളെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, പിന്നെ ആ റോഡൊക്കെ ക്ലിയർ ചെയ്തിട്ട് ബാക്കിയുള്ള വണ്ടികൾക്ക് പോകാനുള്ള അവസരം ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ ഇതൊക്കെയാണ് പരസ്പര സഹകരണത്തോടെ നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ സംഭവിക്കുക. അപ്പൊ what do you think about this statement? അത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ് അല്ലേ? അപ്പൊ നിങ്ങളുടെ തോട്ട്സ് ഡിസ്കസ് ചെയ്യാം. Do people in your locality come together and support each other? Can you remember one such occasion? ഇത് ഓരോരുത്തരും സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയേ.
നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സമയത്ത് ആളുകൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. Just as the people of village came together to solve a problem, our schools and neighborhood also rely on people working together as a team. Do you know? An ant colony is like a big community of ants where everyone has a special job, just like in a human community. ഒരു ഹ്യൂമൻ കമ്മ്യൂണിറ്റിയെ പോലെ തന്നെയാണ് ഒരു ആൻഡ് കമ്മ്യൂണിറ്റി. അവരുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എങ്ങനെയാണ്? ഒരു ഗ്രൂപ്പ് ഓഫ് ആൻഡ്സ് അവർക്ക് ഇന്ന പണിയാണ് കൊടുത്തിരിക്കുന്നത്. അവർ പുറത്തു പോയി ഫുഡ് കൊണ്ടുവരണം. ഇനി വേറൊരു ഗ്രൂപ്പ് ഓഫ് ആൻഡ്സ് അവിടെ വീടുണ്ടാക്കണം. വേറെ ഗ്രൂപ്പ് ഓഫ് ആൻഡ്സ് അവര് വീട് ആരെങ്കിലും അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യണം. ഇനി വേറൊരു ഗ്രൂപ്പ് ഓഫ് ആൻഡ്സ് അവിടെ ക്വീനെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പോഴാണ് കൂടുതൽ കുട്ടികൾ ഉണ്ടായിട്ട് അവരുടെ ആ ഒരു ആൻഡ് ഫാമിലി മുന്നോട്ട് പോവുകയുള്ളൂ. അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ജോലികളാണ് ആൻഡ്സ് ചെയ്യുന്നത്. നോക്കാം. Some ants collect food, others take care of babies, and some protect their home. Just like how people in a community work together to make life better for everyone. നമ്മുടെ ലൈഫ്, നമ്മുടെ ഈ കമ്മ്യൂണിറ്റി, നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ ഏതെങ്കിലും കാട്ടിൽ ജീവിക്കുകയാണ്. നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ മനുഷ്യന്മാരുണ്ട്. പക്ഷെ ആരുമായിട്ടൊരു ബന്ധവുമില്ല, തമ്മിലൊന്നും ഒരു റിലേഷനും ഇല്ല, നമുക്ക് നല്ല ഫെസിലിറ്റീസും ഇല്ല. നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും? എത്ര കഠിനമായിരിക്കും അല്ലേ? എല്ലാവരും ഒരുമിച്ച് അവർ ഓരോരുത്തരും ഓരോ ജോലി ഏറ്റെടുത്ത് ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫൊക്കെ ഈസിയർ ആവുന്നത്. ഇനി മനുഷ്യന്മാരോ ആൻസും മാത്രമല്ല, bees also function as a community with each member having specific roles such as എന്തൊക്കെയാണ് ബീസിന്റെ ജോലികൾ? ഗാദറിംഗ് ഫുഡ്, പ്രൊട്ടക്ടിങ് യങ് വൺസ് ആൻഡ് ബിൽഡിംഗ് ഹൈവ്സ്. എല്ലാ ബീസിനുള്ള ഫുഡ് കളക്ട് ചെയ്യുക, പിന്നെ അവരുടെ കുട്ടികളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക, അതുപോലെ അവരുടെ ബീ ഹൈവ്സ് ഉണ്ടാക്കുക. ഇങ്ങനെ ഓരോ ഗ്രൂപ്പ് ഓഫ് ബീസ് ഓരോ ജോലി ഏറ്റെടുത്താണ് ചെയ്യുന്നത്. ഷെയറിംഗ് എ മീൽ. After the tree plantation, Chandan and his friends ran towards the place where food was being cooked. നേരത്തെ പറഞ്ഞു ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഫുഡ് ഉണ്ടാക്കുകയാണ് അല്ലേ? അപ്പൊ പ്ലാന്റിംഗ് ട്രീസ് ഒക്കെ കഴിഞ്ഞപ്പോ ചന്ദനും ഫ്രണ്ട്സും കൂടി ഫുഡ് ഉള്ള സ്ഥലത്തേക്ക് ഓടിച്ചെന്നു. വെജിറ്റബിൾസ് ആൻഡ് സിറിയൽസ് വെയർ ബ്രോട്ട് ബൈ ദ പീപ്പിൾ ഓഫ് ദ വില്ലേജ്. ഭക്ഷണം ഉണ്ടാക്കാനുള്ള വെജിറ്റബിൾസും മറ്റു സാധനങ്ങളും ഒക്കെ ആളുകൾ സ്വയം കൊണ്ടുവന്നതായിരുന്നു. The meal was a community feast to celebrate everyone's hard work. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് അവർ അവരുടെ ഹാർഡ് വർക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് വർക്ക് ചെയ്ത് ആ ദിവസം അവർ ആഘോഷിച്ചത് ഈ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടാണ്. Everyone sat together to eat. എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഫുഡ് കഴിച്ചത്. Children handed out the banana leaves and the other volunteers served the food. ബനാന ലീവ്സ് ഇട്ടിട്ട് അതിൽ നിന്നാണ് കഴിക്കുന്നത്. അപ്പൊ കുട്ടികൾ എല്ലാവർക്കും ബനാന ലീവ്സ് ഒക്കെ വെച്ചു കൊടുത്തു. പിന്നെ മറ്റ് വോളണ്ടിയേഴ്സ് ഫുഡൊക്കെ സെർവ് ചെയ്ത് കൊടുത്തു. എവ്രി വൺ ചാറ്റഡ് ഇൻ എക്സൈറ്റ്മെന്റ്. എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെയാണ് ഒരുമിച്ചിരുന്ന് സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. There were jokes and laughter along with delicious food. ഫുഡ് മാത്രല്ല, അതിന്റെ കൂടെ എല്ലാവരും തമാശ പറയുന്നു, ചിരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ആഘോഷിക്കുന്നു. After the feast, the leaves were disposed of in a pit. എല്ലാ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഈ കഴിച്ച ഇലയും അതിലുള്ള മറ്റ് അവശിഷ്ടങ്ങളും ഒക്കെ കൃത്യമായിട്ടൊരു പിറ്റിൽ, ഒരു കുഴി ഉണ്ടാക്കി അതിലാണ് ഇട്ടിരിക്കുന്നത്. അവിടെയും ഇവിടെയും വലിച്ചെറിഞ്ഞൊന്നും അവർ പോയില്ല. അവരെല്ലാം ക്ലീൻ ആയിട്ട് വെക്കുന്ന ആൾക്കാരാണ്. Do you know? Leaves buried in a pit becomes manure and it improves the soil quality. Manure എന്ന് പറഞ്ഞാൽ വളമാണ്. നമ്മുടെ ഇലകളും മറ്റ് നാച്ചുറൽ സംഭവങ്ങളും ഒക്കെ ചീഞ്ഞ് അത് മാനുവർ ആയിട്ട് മാറും, ഒരു വളമായിട്ട് മാറും. അത് നമ്മുടെ സോയിലിനെ, നമ്മുടെ മണ്ണിനെ ഫലഭൂയിഷ്ടിയുള്ളതാക്കും. ഫലഭൂയിഷ്ടിയുള്ളതാക്കുക എന്ന് പറഞ്ഞാൽ ആ മണ്ണില് ഇതൊക്കെ അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് കൃഷിയൊക്കെ ചെയ്യാൻ നല്ല മണ്ണായിട്ട് അത് മാറും. Right. Think about your family or community. How do you work together to help each other while preparing for a festival or any other occasion? ആലോചിച്ച് നോക്കൂ.
നമ്മുടെ ഫാമിലി ഗാദറിംഗ് മെയിൻലി ഓണം, വിഷു അല്ലെങ്കിൽ പെരുന്നാള്, ക്രിസ്മസ് ഒക്കെ പോലത്തെ ആഘോഷങ്ങളുടെ സമയത്തായിരിക്കാം. അല്ലെങ്കിലോ കല്യാണം, വീട് കൂടൽ, അല്ലെങ്കിൽ എൻഗേജ്മെന്റ് ഒക്കെ പോലത്തെ പരിപാടികളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇതിനൊക്കെയാണ് ഫാമിലീസ് ഒരുമിച്ച് കൂടുന്നത്. അപ്പൊ അവിടെ നിങ്ങളുടെ എൽഡേഴ്സിനെയൊക്കെ എന്തിനൊക്കെയാണ് സഹായിക്കാറ്? അവര് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു എക്സാമ്പിൾ നോക്കാം. In my family and community, we work together during festivals. Some people clean and decorate the house, while others cook food. Children help in small tasks like arranging things. വലിയ ആളുകൾ മാത്രമല്ല, കുട്ടികളും അവർക്ക് പറ്റുന്ന പോലെ ഓരോ കാര്യങ്ങൾ ചെയ്യും. എവ്രി വൺ ഷെയർസ് വർക്ക് ആൻഡ് ഹെൽപ്പ് ഈച്ച് അതർ. എല്ലാവരും വർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യും. വിച്ച് മേക്ക് ദ സെലിബ്രേഷൻ ഹാപ്പി ആൻഡ് എൻജോയബിൾ. Do you know Uruka, the first day of Magh Bihu on 14th of January is a time of joy, fest and togetherness in Assam. ആസാമിൽ ബിഹു എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവൽ ഉണ്ട് അല്ലെ. 14th ജനുവരിക്കാണ് ബിഹു ആഘോഷിക്കുക. On this day, people come together to build a hut using bamboo and hair called Belagar. ഗ്രാമത്തിലുള്ള ആളുകൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് ബാമ്പും പിന്നെ വൈക്കോലും ഒക്കെ ഉപയോഗിച്ചിട്ട് ബേലാഘർ ഉണ്ടാക്കും. The celebration ends with a big feast where they cook, eat and dance together. ഇപ്പൊ ബിഹു എന്ന ആഘോഷത്തില് ആളുകളെല്ലാം ഒരുമിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഡാൻസ് ഒക്കെ ചെയ്തിട്ടാണ് ആഘോഷിക്കുന്നത്. The One Mahotsav celebration came to an end. അങ്ങനെ ഫൈനലി കുട്ടികളുടെ വൻ മഹോത്സവ് സെലിബ്രേഷൻ എൻഡ് ചെയ്തിരിക്കുകയാണ്. എവ്രി വൺ വാസ് ടയേർഡ്. എല്ലാവരും നന്നായി ക്ഷീണിച്ചു, അതുപോലെ ജോലിയൊക്കെ ചെയ്തു അല്ലേ. യെറ്റ് ദേ ഫെൽറ്റ് ഹാപ്പി ദാറ്റ് ദേ ഹാഡ് വർക്ക്ഡ് ടുഗെദർ ആൻഡ് മെയ്ഡ് ദ പാർക്ക് ബ്യൂട്ടിഫുൾ ആൻഡ് ഇൻവൈറ്റിംഗ്. അവര് പക്ഷെ എത്ര ടയേർഡ് ആണെന്ന് പറഞ്ഞാലും അവർ വളരെയധികം ഹാപ്പിയാണ്. കാരണം അവരാണ് ആ പാർക്കിനെ ഇത്ര ക്ലീൻ ആയിട്ടും ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടും മാറ്റിയിരിക്കുന്നത്. ദ ചിൽഡ്രൻ ഡിസൈഡഡ് ടു ടേക്ക് കെയർ ഓഫ് ദ പാർക്ക് ഫ്രം ദെൻ ഓൺ. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ എന്ത് കാര്യങ്ങളും ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. അപ്പൊ കുട്ടികൾ തീരുമാനിച്ചു, ഓക്കെ, ഇന്ന് നമ്മൾ ഇതിനെ ഇത്രയും ബെസ്റ്റ് ആക്കി മാറ്റി, പക്ഷെ ഇതുപോലെ തന്നെ നമ്മൾ ഇതിനെ ഭാവിയിലും കൊണ്ടുപോകും. Do you know, in Sikkim, where it is time to harvest the crops, people from the community come together to help each other. These people who are specialists in agriculture are called Ketala. Such practices helps in harvesting crops easily and inculcate a sense of bond amongst people. സിക്കിമിൽ ഇപ്പോൾ ഹാർവെസ്റ്റ് ചെയ്യാനാവുന്ന സമയത്ത് വലിയ ഫീൽഡ് ആവും, അവിടെ കുറേ വിളകൾ ഹാർവെസ്റ്റ് ചെയ്യാനുണ്ടാവും. അതിന്റെ ഓണർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കമ്മ്യൂണിറ്റിയിലെ ആളുകളൊക്കെ ഒരുമിച്ച് വരും. അവരെല്ലാരും കൂടി ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇയാളെ സഹായിക്കും. ഇങ്ങനെ അഗ്രികൾച്ചറിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. അവരുടെ പേരാണ് കെട്ടാല. നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ നമുക്ക് ഒരു പരിചയം അല്ലെങ്കിൽ നമുക്ക് അവരുമായിട്ട് ഒരു ബോണ്ടും ഉണ്ടാവില്ല അല്ലെ. പക്ഷെ നമ്മൾ ഒരുമിച്ച് കുറേ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരെ നല്ല പരിചയമാകും, അവരുമായിട്ടൊരു നല്ല ബോണ്ടും നമുക്ക് ഉണ്ടാകും. അപ്പൊ അങ്ങനെയാണ് ഈ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് ആ സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഡിസ്കസ്. What are some of the ways by which we can take care of nature and our neighborhood? List a few. എങ്ങനെയൊക്കെയാ നമുക്ക് നമ്മുടെ നേച്ചറിനെയും നമ്മുടെ നൈബർഹുഡിനെയും ടേക്ക് കെയർ ചെയ്യാൻ പറ്റുക? കുറച്ച് കാര്യങ്ങൾ നോക്കാം. We can take care of nature and our neighborhood by planting trees, keeping surrounding clean, saving water, not polluting and protecting plants and animals. ഇതൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ എൻവയോൺമെന്റ് എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ചോദ്യമോ, ഹൗ ഡസ് ഹെൽപ്പിംഗ് അതേഴ്സ് ആൻഡ് വർക്കിംഗ് ടുഗദർ മേക്ക് അവർ കമ്മ്യൂണിറ്റി ബെറ്റർ? മറ്റുള്ളവരെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതിനും കമ്മ്യൂണിറ്റി ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും കൊണ്ടുള്ള ഗുണം എന്തൊക്കെയാണ്? ഹെൽപ്പിംഗ് അതേഴ്സ് ആൻഡ് വർക്കിംഗ് ടുഗദർ മേക്ക് അവർ കമ്മ്യൂണിറ്റി ബെറ്റർ ബൈ making work easier, faster and creating unity and happiness among the people.
ഒരു കാര്യം ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാളും ഫാസ്റ്റ് ആയിട്ടും ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുക കുറേ ആളുകൾ ഒരുമിച്ച് ചേർന്ന് ചെയ്യുമ്പോഴാണ് അല്ലേ? അങ്ങനെ ഒരുമിച്ച് ചേർന്ന് ചെയ്യുമ്പോൾ എല്ലാവരും തമ്മിൽ സംസാരിക്കുകയും തമാശ പറയുകയും അവരവരുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും ഒക്കെ ചെയ്യുന്നതിലൂടെ ആളുകൾ തമ്മിൽ ഒരു ബോണ്ടും യൂണിറ്റിയും ഹാപ്പിനെസ്സും ഒക്കെ ഉണ്ടാകും. ലെറ്റ് us റിഫ്ലക്ട്. അവർ സ്കൂൾ അവർ ടീം. നിങ്ങളുടെ സ്കൂള് അത് നിങ്ങളുടെ ടീമാണ്, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയാണ്. സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റിയാണ്. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വില്ലേജ് ആവാം, ടൗൺഷിപ്പ് ആവാം, ഒരു ഫ്ലാറ്റ് സമുച്ചയമാകാം. അപ്പൊ കുറെ ആളുകൾ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാലാണ് ഒരു കമ്മ്യൂണിറ്റി ആവുന്നത്. അപ്പൊ നിങ്ങളുടെ സ്കൂളാണ് നിങ്ങളുടെ ടീം. അപ്പൊ നമുക്ക് സ്കൂളിനെ പറ്റിയുള്ള കുറച്ച് ഫാക്ട്സ് നോക്കാം. റൈറ്റ് ദ ഡിഫറെന്റ് റോൾ പീപ്പിൾ പ്ലേ ഇൻ യുവർ സ്കൂൾ. അതായത് ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, കെയർ ടേക്കേഴ്സ്, ബസ് ഡ്രൈവേഴ്സ് എക്സെട്ര. ഇങ്ങനെ ഓരോ ആളുകളും അവരുടെ ജോലികളും ഹൗ ഡു ദേ ഹെൽപ്പ് ഇൻ സ്കൂൾ എന്ന കാര്യങ്ങളും ഇവിടെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യാൻ നോക്കാം. ടീച്ചേഴ്സ്. A teacher helps students to learn new things. അതുപോലെ ടീച്ചർ ടീച്ച് സ്റ്റുഡൻസ്. അതാണ് ടീച്ചറിന്റെ ജോലി. എല്ലാ കാര്യങ്ങളും ടീച്ച് എന്ന് പറഞ്ഞാൽ ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രമല്ല, അവർ നല്ല കുട്ടികളായിട്ട് വളരാനുള്ള മൂല്യങ്ങളും ടീച്ചേഴ്സ് ആണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇനി സ്റ്റുഡൻസിന്റെ ജോലി എന്താണ്? അവർക്ക് ലേൺ, പഠിക്കണം, അതുപോലെ ഫോളോ റൂൾസ്. സ്കൂളിന്റെ ഓരോ റൂൾസും ആ കുട്ടികളൊക്കെ പാലിച്ചിരിക്കണം. കെയർ ടേക്കേഴ്സ് കീപ് ദ സ്കൂൾ ക്ലീൻ. കെയർ ടേക്കേഴ്സ് ആണ് സ്കൂൾ ഓരോ ഭാഗവും, ബാത്റൂമും ക്ലാസ് റൂമും പബ്ലിക് ഏരിയയും ഗ്രൗണ്ടും ഒക്കെ ക്ലീൻ ആയിട്ട് വെക്കുന്നത്. ബസ് ഡ്രൈവർ ട്രാൻസ്പോർട്ട് സ്റ്റുഡൻറ് സേഫ്ലി. സ്കൂളിൽ നിന്ന് കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുവിടുന്നതും വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നതും ബസ് ഡ്രൈവേഴ്സ് ആണ്. ഇനി പ്രിൻസിപ്പളോ? മാനേജസ് ദ സ്കൂൾ. ആ ഒരു ഫുൾ സ്കൂളിനെ മാനേജ് ചെയ്യുന്നത് അവിടുത്തെ പ്രിൻസിപ്പൾ ആണ്. പിന്നെ സെക്യൂരിറ്റി ഗാർഡ് എൻഷുവേഴ്സ് ദ സേഫ്റ്റി. സ്കൂള് അപകടമൊന്നും ഉണ്ടാവാതിരിക്കുക, സ്കൂളിലേക്ക് ആരെങ്കിലുമൊക്കെ ആക്രമിച്ചു കയറി കുട്ടികളെ ഉപദ്രവിക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെക്യൂരിറ്റി ഗാർഡാണ് നോക്കുന്നത്. നിങ്ങളുടെ സ്കൂളിൽ ഇതൊന്നും അല്ലാതെ ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അതും കൂടി എഴുതുക കേട്ടോ. Why is it important for everyone to work as a team in a school? എന്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ സ്കൂളില് എല്ലാവരും ഒരു ടീമായിട്ട്, ഒരു സ്കൂളായിട്ട് വർക്ക് ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്താ? It is important for everyone to work as a team in school because it helps the school run smoothly. ഓരോ ആളുകളും അവർക്ക് തോന്നിയ പോലെ ചെയ്തു കഴിഞ്ഞാൽ സ്കൂള് നല്ലൊരു സ്ഥലമായിരിക്കില്ല അല്ലെ? നിങ്ങൾക്ക് എന്നും സ്കൂളിൽ പോയിട്ട് അവിടെ പഠിച്ചു വളരാൻ നല്ലൊരു സാഹചര്യവും നല്ലൊരു അറ്റ്മോസ്ഫിയറും വേണമെങ്കിൽ എല്ലാവരും ഒരു ടീമായിട്ട് വർക്ക് ചെയ്യണം. Teachers, students and staff support each other, which makes learning better and the environment safe and organized. ഈ കാര്യങ്ങൾക്കൊക്കെ ആണ് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നതിന്റെ ഗുണം. What is your role as a member of your school community? സ്കൂളിൽ നിങ്ങളുടെ റോൾ എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് സ്കൂളിൽ ചെയ്യേണ്ടത്? എക്സാമ്പിൾ നോക്കാം. My role as a member of my school community is to study sincerely. നന്നായി പഠിച്ച് നിങ്ങളുടെ സ്കൂളിന്റെ റെപ്യൂട്ടേഷൻ കൂട്ടുക, നിങ്ങളുടെ സ്കൂളിന്റെ വിജയ ശതമാനം കൂട്ടുക, അങ്ങനെ നന്നായി പഠിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ റോള്. ഇനിയോ? ഫോളോ റൂൾസ്. സ്കൂൾ വെച്ചിരിക്കുന്ന എല്ലാ റൂൾസും നിങ്ങൾ ഫോളോ ചെയ്യണം. റെസ്പെക്ട് ടീച്ചേഴ്സ് ആൻഡ് ക്ലാസ്മേറ്റ്സ്. എല്ലാരെയും റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. കീപ് ദ സ്കൂൾ ക്ലീൻ. സ്കൂൾ വൃത്തികേടാക്കിയൊന്നും ഇടാൻ പാടില്ല. നന്നായിട്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സൈഡിൽ നിന്ന് സ്കൂൾ ക്ലീൻ ആക്കി വെക്കാനുള്ള ശ്രമം നടത്തണം. പിന്നെ നിങ്ങൾക്ക് പറയാം, ഐ ഓൾസോ ഹെൽപ്പ് അതേഴ്സ് വെൻ നീഡഡ് ആൻഡ് ടേക്ക് പാർട്ട് ഇൻ സ്കൂൾ ആക്ടിവിറ്റീസ് ടു മേക്ക് മൈ സ്കൂൾ ബെറ്റർ പ്ലേസ്. ഇനി ഇത് മാത്രമല്ല, കുറെ പോയിന്റ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഓരോ പോയിന്റ്സ് ആലോചിച്ച് എഴുതുക. Form small groups of 4 to 5 students. Choose one fun activity to perform from the list below. ഇവിടെ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഒരു ഫൺ ആക്ടിവിറ്റി ആണ്. ട്രീ പ്ലാന്റേഷൻ, ക്ലീൻലിനെസ് ഡ്രൈവ്, മേക്കിംഗ് ആർട്ടിഫാക്ട്സ് വിത്ത് മെറ്റീരിയൽസ് ഫ്രം നേച്ചർ, സംതിങ് ലൈക്ക് ലീഫ് പ്ലേറ്റ് ഓർ ഡെക്കറേറ്റീവ് ഐറ്റംസ് ലൈക്ക് എ ഗാർലൻഡ്. ആഫ്റ്റർ ദ ആക്ടിവിറ്റി ഫിൽ ഔട്ട് ദിസ് ടേബിൾ. ഇത് നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ്. നിങ്ങൾ സ്കൂളിൽ ഒരു ആക്ടിവിറ്റി ചെയ്തിട്ട്
ഇവിടെ നിങ്ങളുടെ ഗ്രൂപ്പിന് എന്ത് പേരാണ് നിങ്ങൾ കൊടുത്തത്, നിങ്ങൾ ഏത് ആക്ടിവിറ്റിയാണ് ചൂസ് ചെയ്തത്, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തത്, എന്താ നിങ്ങൾ അതിൽ നിന്ന് പഠിച്ചത്. ഒരു എക്സാമ്പിൾ കാണിക്കാം. ഗ്രീൻ ടീം, ക്ലീൻ ടീം, ആർട്ട് ടീം, ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരുകൾ നിങ്ങൾക്ക് കൊടുക്കാം. ഇനി ആക്ടിവിറ്റി ചോസൺ ഇനി ട്രീ പ്ലാന്റേഷൻ ആണെങ്കിൽ അവർക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് ആവശ്യം വന്നിട്ടുണ്ടാവും. പ്ലാന്റ് സാപ്ലിങ്സ്, വാട്ടർ, സ്പേഡ്, അതൊരു ടൂളാണ് അല്ലേ. ഡിഡ് യു ലേൺ ഇമ്പോർട്ടൻസ് ഓഫ് ട്രീസ് ആൻഡ് കെയറിംഗ് ഫോർ നേച്ചർ. ഇനി ക്ലീൻ ടീമാണ് ക്ലെൻലിനെസ് ഡ്രൈവ് പോയത്. ബ്രൂം, ഡസ്റ്റ്ബിൻ, ഗ്ലൗസ് ഒക്കെ ഉപയോഗിച്ചു കീപ്പിംഗ് സറൗണ്ടിങ് ക്ലീൻ ആൻഡ് ഹൈജീനിക്. ആർട്ട് ടീമോ മേക്കിംഗ് ആർട്ടിഫാക്ട്സ്, ലീവ്സ്, ഫ്ലവേഴ്സ്, ത്രെഡ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. ക്രിയേറ്റിവിറ്റി ആൻഡ് യൂസിങ് നാച്ചുറൽ മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊക്കെയാണ് അവർ ലേൺ ചെയ്തത്. അപ്പം ഇത് ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഇതിൽ ഫില്ല് ചെയ്യാം. മാച്ച് ദ റിഡിൽസ് വിത്ത് ദർ സൊല്യൂഷൻ ഹിഡൻ ഇൻ ദ പിക്ചർ. നമുക്ക് റിഡിൽ വായിക്കാം. I am a place where people wait to catch a ride and not be late. Buses come and buses go to places high and low. എവിടെയാണത്? ബസ് സ്റ്റാൻഡ് ആണല്ലേ. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താണത്? അതൊരു ബസ് സ്റ്റാൻഡ് ആണ്. I keep letters far and near with stamps and parcels waiting here. Write a note and drop it in. What am I? Can you guess and win? ആരാണത്? അത് പോസ്റ്റ് ഓഫീസ് ആണ്. അതൊരു പോസ്റ്റ് ഓഫീസ്. ഇതുമായിട്ട് മാച്ച് ചെയ്ത് കൊടുക്കും. I am full of colors, lights, sounds of feet, a place where people shop and meet, fruits, vegetables and other goods are found. What am I? Busy all around. ആരാണിത്? മാർക്കറ്റ് പ്ലേസ് ആണല്ലേ. മാർക്കറ്റ്. I am a place where you run and play with swings and slides to enjoy your day. Laughter here is a common sound. What is my name? Have you found? Easy. അല്ലേ? എന്താണിത്? ഇതൊരു പാർക്കാണ്. Choose a public place of your interest and create a similar riddle about it for your friends to solve. ഇപ്പൊ നമ്മളൊരു 4 റിഡിൽ കണ്ടു. ഇതുപോലെ നിങ്ങളും ഏതെങ്കിലും ഒരു പ്ലേസ് ചൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു റിഡിൽ ഉണ്ടാക്കാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. I am a place so calm and quiet, full of books and knowledge bright. People come to read and learn, pages turn and ideas burn. What am I? Library. ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. ക്രിയേറ്റ് 3 ഗ്രൂപ്പ്സ് ഇൻ ദ ക്ലാസ്. ഇതും നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി ആണ്. അപ്പൊ നിങ്ങൾ അത് ക്ലാസ്സിൽ ചെയ്യുക. ഈച്ച് ഗ്രൂപ്പ് വുഡ് തിങ്ക് അബൌട്ട് എ സിറ്റുവേഷൻ ഇൻ ദർ ലൊക്കാലിറ്റി ദാറ്റ് നീഡ്സ് ടു ബി ഇംപ്രൂവ്ഡ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ലൊക്കാലിറ്റിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യണമെന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ഐഡന്റിഫൈ ആക്ടിവിറ്റീസ് ദാറ്റ് ക്യാൻ മേക്ക് എ ഡിഫറൻസ് ടു ദ സിറ്റുവേഷൻ. ഈ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനുള്ള എന്തൊക്കെ വേ നിങ്ങൾക്ക് അറിയാം എന്നുള്ളത് കണ്ടുപിടിക്കുക. ദിസ് കുഡ് ബി റിലേറ്റഡ് ടു ക്ലീനിങ്, ഹെൽപ്പിംഗ് അതേഴ്സ്, ഓർഗനൈസിങ്, ഈവൻ എക്സെട്ര. അപ്പോ ഇത് എന്ത് വേണമെങ്കിലും വൃത്തികേടായിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽ അതിനെ ക്ലീൻ ചെയ്യുക. പിന്നെ ആളുകൾക്ക് സഫർ ചെയ്യുന്ന ഒരു സ്ഥലമാണെങ്കിൽ ഹെൽപ്പ് അതേഴ്സ്. പിന്നെ ഓർഗനൈസിങ് ആൻ ഇവന്റ്, ഒരു ഇവന്റോ ഒക്കെ ആക്ടിവിറ്റിയോ ഒക്കെ നടക്കേണ്ട ഒരു സ്ഥലമാണ്, പക്ഷെ അവിടെ അതിനുള്ള ആളുകളൊന്നും ശരിക്കില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനു വേണ്ടി കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ടേബിൾ ഡിസ്കസ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഈ ഗ്രൂപ്പ് 1 എന്താണ് സിറ്റുവേഷൻ, എന്ത് ആക്ടിവിറ്റിയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക, അതിൽ നിങ്ങളുടെ റോൾ എന്താണ് എന്നുള്ളത് ഇവിടെ വിശദമായിട്ട് എഴുതണം. ഡു യു തിങ്ക് വർക്കിംഗ് ടുഗദർ ക്യാൻ മേക്ക് യുവർ ആക്ടിവിറ്റീസ് മോർ യൂസ്ഫുൾ? ഇതൊക്കെ ചെയ്തതിന് ശേഷം ഇപ്പൊ നിങ്ങളുടെ ലൊക്കാലിറ്റി ആണ്, നിങ്ങൾ അവിടെ ഒറ്റയ്ക്ക് ചെയ്താൽ ഇതൊക്കെ നടക്കുമോ? അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് ഇത്ര പേര് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഡിസ്കസ് ചെയ്യാം. How will your involvement in these activities help the community? അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ റോൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ റോള് നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് സൊസൈറ്റിയെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ച്
Ask your family about any one special skill or craft. For example, basket making, wall painting, or pottery that is famous in your region. ചില സ്ഥലങ്ങളുടെയൊക്കെ പേരുകൾ ഇപ്പൊ കാഞ്ചീപുരം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരിക? കാഞ്ചീപുരം പട്ടുസാരികളാണല്ലേ. അപ്പൊ അവിടെയുള്ള ആളുകൾക്ക് ഒരു സ്പെഷ്യൽ സ്കിൽ ഉണ്ട്, ആ ഒരു പട്ട് ഉപയോഗിച്ചിട്ട് അങ്ങനത്തെ സാരീസ് വീവ് ചെയ്യാനുള്ള. അതുപോലെ തന്നെ വേറെ പല സ്ഥലങ്ങളും ഉണ്ട്. അപ്പൊ ആ സ്ഥലത്തൊക്കെ പ്രധാനമായിട്ടും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ക്രാഫ്റ്റോ അവരുടേതായിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്കിൽസോ ഉണ്ടാവും. അങ്ങനെ ഫാമിലിയിൽ ആർക്കെങ്കിലും അങ്ങനെയുള്ള സ്പെഷ്യൽ സ്കിൽസ് ഉണ്ടോ എന്ന് നിങ്ങൾ ഫാമിലിയിൽ പോയി അന്വേഷിക്കണം. അന്വേഷിച്ച് കിട്ടുന്നത് ക്ലാസ്സിൽ പോയി ടീച്ചേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യണം, കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുകയും വേണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ കഴിയുകയാണ്. അപ്പൊ തവാവുടെ ബുക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതില് ഒരു ചോദ്യം എഴുതുക, അതിന് ഉത്തരം ബൈ ഹാർട്ട് പഠിക്കുക എന്നുള്ള രീതിയിലല്ല. ഓരോ ചോദ്യങ്ങളും സ്വയം ചിന്തിക്കുക, അതിന്റെ ഉത്തരം സ്വയം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക, അറിയാത്ത കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക. അങ്ങനെ മാത്രമേ നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ നിന്ന്, നിങ്ങളുടെ എൻവയോൺമെന്റിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റൂ. എല്ലാവരും നന്നായി പഠിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.